വത്തിക്കാനിലൊക്കെ പോയി അല്ലേ? വളരെ മാർപ്പാപ്പയൊക്കെ കണ്ട്. ഞാൻ 2 മാസം മുമ്പ് പോയി. അത് വളരെ നന്നായി. കാരണം മാർപ്പാപ്പയുടെ ഒരു സാന്നിധ്യം എന്നുള്ളത്, കാരണം 200 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു. ഇന്ത്യ 200 രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ അവിടെ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പരിഗണനയും കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോൾ പ്രത്യേക പരിഗണന. കാരണം കേരളത്തിൽ ഒരുപാട് ബിഷപ്പുമാരും പിന്നെ കർദിനാൾ കൂവക്കാട്. അതെ, കൂവക്കാട് അന്ന് അധികാരം ഏറ്റിരുന്നില്ല, പക്ഷെ അദ്ദേഹം കർദിനാളായിരുന്നു. കൂവക്കാട് നല്ല സ്വാധീനമാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം കൂവക്കാട് താമസിക്കുന്നത് പോപ്പ് താമസിക്കുന്നത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ കെട്ടിടത്തിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ അരമനയിൽ തന്നെയാണ് കർദിനാളും താമസിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണന കിട്ടിയിട്ടുണ്ട്. പാപ്പ ഞങ്ങളെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ആദ്യം തന്നെ പാപ്പ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒന്ന് പുഞ്ചിരിക്കണം എന്നാണ് പറഞ്ഞത്. പാപ്പ എപ്പോഴും അങ്ങനെയാണ്. ബി ഗ്ലാഡ്, റിജോയ്സ്, റേഡിയേറ്റ് ജോയ്. അതാണ് പാപ്പ എപ്പോഴും പറയുന്നത്. വിശ്വാസപ്രകാരം പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ഈമാന്റെ അടയാളമാണ്. സന്തോഷത്തോടെ പുഞ്ചിരിക്കുമെന്ന് പറഞ്ഞു. അത് മലയാളത്തിൽ തന്നെ പറഞ്ഞു പോരെ. അത് മലയാളത്തിലാണ് പറഞ്ഞത്. മലയാളത്തിൽ അതെ അതെ. ചിരി വളരെ പ്രധാനമാണ്. മാർപ്പാപ്പ പറയുന്നത് ചിരിക്കുന്നവർ വിശുദ്ധരാണ്. ഞങ്ങളെല്ലാവരും വിശുദ്ധൻ തന്നെയാണ്, എപ്പോഴും ചിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചിരി തന്നെയാണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അതുപോലെ ചിരിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ ദാനം ചെയ്യുക എന്നാണ്. ഇനിയിപ്പോൾ നമുക്കൊന്നും ദാനം ചെയ്യാനില്ലെങ്കിലും ചിരിച്ചു കൊടുക്കുക. അതിൽ തന്നെ അതൊരു ദാനമായിട്ടാണ്. വളരെ അതെ.